എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നേ നന്ദുമോൻ അങ്ങനെ സത്യങ്ങളൊക്കെ അറിയുവാണ്. പിങ്കിയും ഗൗതമൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ഇന്ത്യവരത്തിൽ അറിയണേ, ഇന്ത്യവരത്തിൽ നടക്കണത്. കാരണം നന്ദു അറിയുന്ന സത്യങ്ങൾ ചെറുതല്ല. താൻ ഇന്ത്യവരത്തിൽ ആരുമല്ല, താൻ ഒരു ഓർഫനാന്നുള്ള കാര്യം ആ പിഞ്ചു കുഞ്ഞ് അറിയുവാണ്. പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നന്ദയ്ക്ക് കൊടുത്ത കാരണം പിങ്കിയും ലക്ഷ്മി അരുന്ധതി എല്ലാവരും കൂടെ ചേർന്നിട്ട് നന്ദയ്ക്ക് എത്രമാത്രം വേദന കൊടുത്തോ അതിന്റെ ഇരട്ടി വേദനയാണ് പിങ്കി അനുഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അങ്ങനെ അവസാനം ഗൗതം നന്ദയെ വെഡിങ് ആനിവേഴ്സറിക്ക് ക്ഷണിക്കാനായിട്ട് വരുവാണ്. അത് ക്ഷണിക്കാൻ വരുന്ന മറ്റൊന്നും കൊണ്ടല്ല, നന്ദുമോനെ ഒട്ട് സമ്മതിക്കുന്നില്ല. നന്ദുമോൻ ഒരേ വാശിയില്ല. അവര് വന്നെങ്കിൽ മാത്രമേ താൻ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് പങ്കെടുക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മുറി കയറി കഥയൊക്കെ അടച്ചിരിക്കുവാണ്. അവനെ പുറത്തിറക്കാനായിട്ട് ഒരു മാർഗവും കാണാതെ വന്നു കഴിഞ്ഞപ്പം കുഞ്ഞിന്റെ മുന്നില് ഈ പറയുന്ന പിങ്കി ഗൗതമെല്ലാം തോറ്റു പോകണം. അവരുടെ ഏറ്റവും വലിയ വീക്ക്നെസ് നന്ദുമോനാണ്. നന്ദുമോന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു നാടകം കളിക്കണം പോലും. പക്ഷെ അവൻ പിണങ്ങിയിരുന്ന് അവർക്ക് സഹിക്കുവോ? അവസാനം നന്ദയുടെ കാല് വന്ന് പിടിച്ചു. പക്ഷെ നന്ദയുടെ അഭിമാനം സമ്മതിച്ചില്ല. നന്ദയ്ക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? തന്റെ ഭർത്താവിന്റെ വെഡിങ് ആനിവേഴ്സറി കൂടാനായിട്ട് താൻ പോവുക, അതിപ്പോഴും അയാളെ കെട്ടിയ താലി തന്റെ കഴുത്തിലിട്ടോണ്ട് അങ്ങനെ പോകാൻ പറ്റുന്ന കാര്യമാണോ ഏതൊരു പെണ്ണിനും? അഭിമാനമുള്ള ഒരു പെണ്ണും പോവല്ല. അപ്പൊ നന്ദ പറഞ്ഞ് ഞാൻ വരത്തില്ല എന്ന് പറയാ. പക്ഷേ എങ്കില് ഗൗതം പറഞ്ഞ് വരാതിരിക്കല് എന്റെ മോന്റെ പ്രശ്നമാണ്, അവന് ഭയങ്കര വിഷമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയാം. അവസാനം നന്ദ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നന്ദുവൻ മുറി അടച്ചിട്ടിരിക്കുവാണെങ്കിൽ ഗൗരി വന്ന് വിളിച്ചാൽ പോരെ. ഗൗരിനെ കാണണം, അത് അവന്റെ ഭയങ്കര ആഗ്രഹമാണ്. ഗൗരി വരണം, ഗൗരിയോടൊപ്പം കളിക്കണം. കുഞ്ഞു കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ അവർക്ക് കളി ചിരി അതൊക്കെയാണ് അവരുടെ പ്രധാനം. അവർക്ക് ഈ വലിയ മനുഷ്യന്മാരുടെ ഈ കള്ളത്തരങ്ങളോ ക്രൂരതകളൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പൊ നന്ദ പറഞ്ഞു ഒരു അവസാനം പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഗൗരിമോളെ കൊണ്ടുപോയിക്കോളാൻ പറയണം. ഗൗതമിന് അത്രയെങ്കിലും സമാധാനമായി. ഗൗരിമോളെ എന്ന് വിളിച്ചാൽ ചിലപ്പം നന്ദു കഥ തുറക്കും. പിന്നീട് ഗൗരിമോള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഗൗതം ചെല്ലുവാണ്. അല്ലെ തന്നെ ഗൗരിമോള് ഭയങ്കര പിണക്കത്തിലായിരുന്നു ഇരുന്നേ. കാരണം നന്ദ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഗൗരിമോൾക്ക് വിഷമമായിരുന്നു. പിന്നീട് ഗൗതം പോയി പിണക്കമൊക്കെ മാറ്റുന്നുണ്ട്. അങ്ങനെ ഗൗരിമോള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിച്ച് മുടിയൊക്കെ ചീവിച്ച് ഗൗതമാണ് വീട്ടിലേക്ക് ഇന്ത്യവരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് നന്ദയുടെ നെഞ്ചിന്ന് പിടഞ്ഞു. കാരണം സ്വന്തം അച്ഛനാണ് അവളുടെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നത്. പക്ഷെ ഗൗതം സാറിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗൗരിമോൾക്ക് അറിയത്തില്ല. അവൾ ഇത്രയും നാളും കാണാൻ കാത്തിരുന്ന ഒരാളാണ് അവളുടെ കൈ പിടിച്ചിരിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ ഗൗതം സാറാണ് അവളുടെ അച്ഛനെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എത്രമാത്രം സന്തോഷിക്കും എന്നുള്ള കാര്യം നന്ദയ്ക്ക് അറിയാം. കാരണം അവൾ എപ്പോഴും പറയും, അതെ നന്ദുവിന്റെ പപ്പാനെ പോലെ ഒരു അച്ഛനെ മതിയായിരുന്നു എനിക്ക്, അല്ലേ അമ്മയെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ താൻ അവളെ ഓരോന്ന് പറഞ്ഞ് വഴിതിരിച്ചു വിടുക ചെയ്യുന്നത്. കാരണം അവൾ ഒരു കാരണവശാലും അറിയരുത്, ഇപ്പൊ പിങ്കിയും അവരെല്ലാം ഒരുമിച്ച് ജീവിക്കുകയാണ്. ആ സമയത്ത് തന്റെ മോൾ അവർക്കൊരു ശല്യമായിട്ട് അങ്ങോട്ടേക്ക് ഒരിക്കലും പോകല്. ഒരു പക്ഷെ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം സാറിന്റെ പിങ്കിയുടെ ജീവിതം തരും. താനായിട്ട് തന്നെ അവരുടെ ജീവിതം തറക്കുന്നേ. തന്റെ കഴുത്തില് ഗൗതം സാറ് കിട്ടിയ താലി ഇപ്പോഴും ഉണ്ട്, അത് മതി തനിക്ക്, അല്ലാതെ വേറൊന്നും വേണ്ട. താൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. തന്റെ മോളെ നോക്കി ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ എന്നൊരു ചിന്ത മാത്രമേ നന്ദയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ആരുടെയും ജീവിതത്തിൽ ഒരു കരടായി മാറാനായിട്ട് നന്ദ ആഗ്രഹിച്ചിരുന്നില്ല. പിന്നീട് ഗൗരിമോളെ കൂട്ടിക്കൊണ്ട് ഗൗതം ഇന്ത്യവരത്തിലേക്ക് ചെല്ലുവാണ്. ഗൗരിമോൾക്ക് ആ വീടും പരിസരവും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാരണം വലിയ വീടും കാര്യങ്ങളൊക്കെയാ. അത്ര വലിയ വീട്ടില് ഇതുവരെയായിട്ടും ഗൗരിമോള് പോയിട്ടും താമസിച്ചിട്ടൊന്നുമില്ല. ആ ശാന്തിപുരം എന്ന ഗ്രാമത്തിൽ അത്ര വലിയ വലിയ വീടുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഗൗരിമോൾ അത്രയും വലിയ വീട് കാണുന്ന ആദ്യമായിട്ടാ. പിന്നീട് ഗൗരിമോള് പറയുകയും ചെയ്തു, ദേ ഇത്രയും വലിയ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് സന്തോഷമായിരിക്കും ഇങ്ങോട്ട് വരുവാണെങ്കിൽ. എൻ്റെ അമ്മ പിന്നെ ഇവിടുന്ന് പോകത്തില്ല, ഇവിടെ തന്നെ നിൽക്കും എന്നെയും കൊണ്ടെന്നൊക്കെ പറയാം. ഗൗതമിന് ഇത് കേട്ടപ്പോൾ ഒരു നെഞ്ചിടിപ്പ്. കുഞ്ഞാണെങ്കിലും പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം അവൾ മറ്റൊന്നും ഉദ്ദേശിച്ച് പറയുന്നതല്ല. പക്ഷേങ്കിൽ നന്ദ ഇത്രയും വലിയ സൗഭാഗ്യങ്ങളൊക്കെ ഇട്ടെറിഞ്ഞിട്ടാ പോയത്. അവൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അവളല്ലെങ്കിലും ഇതൊന്നും ആഗ്രഹിച്ചിട്ടും ഇല്ലായിരുന്നു. അതൊക്കെ ഓർത്തപ്പോ ഗൗതത്തിന്റെ കണ്ണതൊക്കെ അറിയാമെന്ന് അറിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഗൗരിമോൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ ഗൗരിമോളെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഗൗരിമോളെ അവരെല്ലാവരും കണ്ടു. ഈ പറയുന്ന പിങ്കിക്കും ഗൗതത്തിനും നന്ദുവിനും മാത്രമേ അറിയത്തുള്ളൂ ഗൗരിമോളെ, അല്ലാതെ ബാക്കി ആർക്കും നേരിട്ട് അറിയത്തില്ല. പിന്നെ മോഹിനിയും കണ്ടിട്ടുണ്ട് ഒരു വട്ടം. ഈ പറയുന്ന അരുന്ധതിക്ക് ആദ്യമായിട്ടാണ് ഗൗരിമോളെ കാണുന്നത്. പക്ഷെ ഗൗരിമോൾക്കാണെങ്കിൽ ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു അപരിചിതത്വം തോന്നിയില്ല. എല്ലാവരും ഗൗരിമോള് പണ്ടേ ഇത്ര സ്മാർട്ട് ആണല്ലോ ആള്. അതുകൊണ്ട് ഓടി നടന്ന് അവരോട് എല്ലാം സംസാരിക്കുകയാണ്. പിന്നീടാണ് നന്ദുവിനെ അന്വേഷിച്ചത്. നന്ദു മുറിയിലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിമോൾ അങ്ങോട്ട് ചെന്ന് നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദു കഥ തുറക്കെ ഇറങ്ങി വാ, ഞാൻ മന്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ
ശബ്ദം കേട്ട പിന്നെ നന്ദുവിന് കഥവ് തുറക്കാതിരിക്കാൻ പറ്റുമോ? നന്ദു കഥവ് തുറന്നിറങ്ങി വരുവാണ്. കഥവ് തുറന്നിറങ്ങി വരുമ്പോൾ ഗൗരിമോളെ കണ്ടു. അങ്ങനെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, ബാ നമുക്ക് കളിക്കാം എന്ന് പറയാണ്. പിന്നീട് അവർ രണ്ടുപേരും കയ്യെ പിടിച്ചങ്ങോട്ട് നടക്കുവാണ്. ഈ കാഴ്ച കണ്ടിപ്പോൾ അരുന്ധതി അവരെല്ലാം നോക്കി. രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലെന്ന് അവർക്കൊക്കെ മനസ്സിലായി. കുഞ്ഞു കുഞ്ഞല്ലേ, അതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എന്നാലും ഈ സമയത്ത് മോഹിനിക്കാണ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മോഹിനി പറഞ്ഞു, കണ്ടില്ലേ രണ്ടുപേരും കൂടെ, ഓ എന്ത് ചെയ്യാനാന്ന് പറ. പിന്നീട് പവിത്രയെ വിളിച്ചിട്ട് പറഞ്ഞു, ആ അനാഥ ചെറുക്കനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കെട്ടുകടിക്കണം, അന്നെങ്കിലും ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ. പിന്നെ അവന്റെ കൂടെ നടക്കുന്ന ഒരുത്തിയുണ്ടല്ലോ, അതിനെ ഈ പരിസരത്തേക്ക് അടുപ്പിക്കല്ലെന്ന് പറയാണ്. ആ നന്ദയുടെ കുഞ്ഞല്ലേ അവള് എന്നൊക്കെ പറയാണ്. അവളുടെ സ്മാർട്ട്നെസ്സും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ പറഞ്ഞു, അവളാള് മിടിക്കല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മോഹിനി പറഞ്ഞു, എങ്ങനെ മിടിക്കല്ലാതാവും, ആ നന്ദയുടെ നാക്കൊക്കെ അവൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുവാണ്. ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു, അതൊരു കുഞ്ഞല്ലേ, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാൻ പാടുണ്ടോന്ന് ചോദിക്കും. പിന്നെ കുഞ്ഞാണ് പോലും എന്നൊക്കെ പറയാണ്. ഗൗരിമോളോട് പിന്നെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ലക്ഷ്മിയമ്മയൊക്കെ ചോദിക്കുന്നുണ്ട്. ഗൗരിമോൾ എല്ലാത്തിനും നല്ല സ്മാർട്ടായിട്ടാണ് ഉത്തരം കൊടുത്തത്. പക്ഷേ ഈ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ ആഘോഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പവിത്രയ്ക്കൊന്നും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതൊരു അവിടെ അധികാരം സ്ഥാപിക്കലാണ് ശരിക്കും പറഞ്ഞാൽ. മോഹിനി പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഒരു പണി കൊടുക്കണമല്ലോ എന്ന് പറയണം. എന്താ, ഒരു കാര്യം ചെയ്യാം, അവളെ കൊണ്ട് നമുക്ക് ഇച്ചിരി മദ്യം അങ്ങോട്ട് കുടിപ്പിച്ചാലും ചോദിക്കാം. മദ്യം കുടിപ്പിച്ച് ഈ വെഡിങ് ആനിവേഴ്സറി നമുക്ക് കൊളാക്കാന്ന് പറയണേ. അതെങ്ങനെ ശരിയാവും, അതൊക്കെയുണ്ട്, ഒരു വഴി കണ്ടെത്തണമെന്ന് പറയണേ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, നല്ല ഉഗ്രം പണി തന്നെ കൊടുക്കണമെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതല. ഈ ആനിവേഴ്സറിയും കൂടെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടുത്തെ എല്ലാമായി തീരും. അതൊരു കാരണവശാലും പാടില്ല. അവർ രണ്ടുപേരും കൂടെ വീണ്ടും ഒന്നിക്കാനായിട്ട് അത് കാരണമായി തീരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് കുളവാക്കണമെന്ന് പറയണേ ഈ ഫംഗ്ഷൻ. അതിനുവേണ്ടി മോഹിനിയും ലക്ഷ്മിയും ചേർന്ന് ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുവാണ്. അങ്ങനെ പിന്നീട് വെഡിങ് ആനിവേഴ്സറി നടക്കുവാണ്. അതിൻ്റെ കേക്ക് കട്ട് ചെയ്തും പരിപാടിയൊക്കെ. അപ്പം ഗൗരിമോളെയും കൂടെ വിളിച്ചു. ഗൗരിമോളും നന്ദും അവരെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് പരസ്പരം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നന്ദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ. നന്ദയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൗരിമോൾ അങ്ങോട്ട് പോയതിന് ശേഷം. കാരണം അവൾ ആദ്യമായിട്ട് അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുക. അവർക്ക് ആർക്കും അറിയത്തില്ല ഇന്ത്യവരത്തിലെ കുട്ടിയാന്ന് അവളെന്നുള്ള കാര്യം. പാവം തൻ്റെ മോള് അവൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണല്ലോ അങ്ങോട്ട് ചെന്ന് പെട്ടത്. ഒരു പക്ഷേങ്കിൽ അല്ലായിരുന്നെങ്കിൽ അവൾ അവിടെ ഓടിക്കളിച്ച് വരേണ്ട എല്ലാവരുടെ അച്ഛമ്മയുടെ എല്ലാവരുടെ സ്നേഹം അനുഭവിച്ച് വളരേണ്ട കുട്ടിയാ. ഇപ്പൊ തന്നോടൊപ്പം ആരും ഇല്ലാത്തവരെ പോലെ അച്ഛൻ ആരാ അല്ലെങ്കിൽ വേറെ അച്ഛൻ ആരാ അമ്മമ്മ ആരാ അങ്ങനെയൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് അവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. പിന്നീട് ഗൗരിമോളെ കൂട്ടണമല്ലോ, അപ്പം വിളിച്ചിട്ടോട്ട് കിട്ടുന്നില്ല. കാരണം വൈകുന്നേരം കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് ആകപ്പെടെ അസ്വസ്ഥ. അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ നന്ദ എന്ത് ചെയ്യുവാണ്, അങ്ങോട്ടേക്ക് ചെല്ലുവാണ്, ഇന്ത്യവരത്തിലേക്ക് ചെല്ലുവാണ് ഗൗരിമോളെ കൂട്ടാനായിട്ട്. അങ്ങനെ മുറ്റത്ത് നിന്നിട്ട് നന്ദയ്ക്ക് അങ്ങോട്ടേക്ക് കയറാൻ മടി. കാരണം എങ്ങനെ കയറുന്നേ, ഒരിക്കലും ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കലെന്ന് നന്ദ ആഗ്രഹിച്ച. മുറ്റത്ത് ചെന്നപ്പോഴത്തേനും നന്ദയുടെ മനസ്സിലേക്ക് അവസാനമായിട്ട് താൻ ആ വീടിന്റെ പടി ഇറങ്ങിയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. തൻ്റെ മോനുമായിട്ട് കുഞ്ഞുമോനുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പം ബായൊക്കെ ഗൗതം സാർ ഇട്ട് തന്നു. അതൊക്കെ ഓർത്തപ്പോൾ നന്ദയുടെ കണ്ണറിയാതെ നിറഞ്ഞു വന്നു. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് നന്ദുവും ഗൗരിയും കൂടെ വരുന്നത്. അവർ നോക്കിയപ്പോൾ നന്ദ വന്ന് നിൽക്കുന്നുണ്ട്. ആഹാ അമ്മയെന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് നന്ദു അകത്ത് എന്നിട്ട് പറഞ്ഞു, അതെ ഡോക്ടർ ആൻറ്റി വന്നിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ലക്ഷ്മി അരുന്ധതിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. കാരണം അവളിങ്ങോട്ട് വരണം, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണമെന്നായിരുന്നു അവരുടെ വാശി. പിന്നീട് വന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കുവാണോ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു എന്നൊക്കെ അരുന്ധതി പറയാണ്. കയറി വാടി ഇങ്ങോട്ടെന്നൊക്കെ പറയാണ്. നന്ദ പോകാനായിട്ട് കൂട്ടാക്കില്ല. ഈ സമയത്ത് ഗൗരി വന്നിട്ട് പറഞ്ഞു, അമ്മ ഇതെന്താ ഇവിടെ നിൽക്കണേ, കയറി വരാൻ പറയാണ്. പിന്നീട് നന്ദ അവരോട് പറഞ്ഞു, മോള് കയറി പോയിക്കോളാനൊക്കെ പറയണം. അപ്പോഴേക്കും ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു, എന്നാലും ആ കുഞ്ഞിനെ നീ കൊന്നു കളഞ്ഞല്ലോടി, നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി, ആ കുഞ്ഞിനോട് ഈ ദ്രോഹം എങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് ചോദിക്കുകയാണ്. നീ അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നു പറയണം. ഇത് കേട്ട അരുന്ധതി പറഞ്ഞു, ഇവളുടെ അഹങ്കാരം അല്ലാതെ എന്താന്ന് ചോദിക്കണം. അഹങ്കാരം കാണിച്ച് അവൾ അസായ ആ കുഞ്ഞിനെ കൂടെ നഷ്ടപ്പെടുത്തി. എന്നിട്ട് ഇപ്പോൾ അവളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക. പക്ഷെ അവളുടെ വിചാരം നമ്മുടെ മോൻ ഇവിടെ കരഞ്ഞ് നിലവിളിച്ചിരിക്കുമായിരിക്കുന്നു. ഗൗതം പിങ്കിനെ കല്യാണം കഴിച്ചുള്ള സുഖമായിട്ടാണ് ഇപ്പം ജീവിക്കുന്നത്. ആ കാഴ്ച നിനക്ക് കാണണ്ടേ, അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു നിന്നെ വിളിച്ചിട്ടെന്താ നീ വരാത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് ക്രൂരമായിട്ട് നന്ദേനെ മുറിവേൽപ്പിക്കുകയാണ്. നന്ദ അവിടെ എല്ലാം പിടിച്ചു നിന്നു. നന്ദയ്ക്കറിയാം താൻ ഈ പഴികളൊക്കെ കേൾക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് നന്ദ അത് കാര്യമായിട്ട് എടുക്കാനും പോയില്ല. അപ്പത്തേനും പിങ്കി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ആ നന്ദ ഇതെന്താ ഇവിടെ നിൽക്കുന്നേ, കയറി വരാൻ പറയാണ്. പക്ഷെ നന്ദ കയറി ചെല്ലാനായിട്ട് കൂട്ടാക്കില്ല. അപ്പത്തേക്കും നന്ദോട്ടും വന്നിട്ട് പറഞ്ഞു, ആൻറ്റി കയറി വാ ആൻറ്റി, ഡോക്ടർ ആൻറ്റി എന്താ ഇവിടെ നിൽക്കണം ചോദിച്ച് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ടെങ്കിൽ പോവാണ്. നന്ദയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. കുഞ്ഞല്ലേ വിളിക്കുന്നേ. അവരുടെ ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നന്ദയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു. അങ്ങനെ ഈ സമയത്ത് പവിത്രയും
മോഹിനി ചേർന്ന് ഒരു പണി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പണി കൃത്യമായിട്ട് പിങ്കിക്ക് ടേക്കുകയും ചെയ്തു. കാരണം പിങ്കിക്ക് കുടിക്കാൻ കൊടുക്കുന്ന ജ്യൂസിനകത്ത് മദ്യം കടത്തിയിട്ടുണ്ടായിരുന്നു. പിങ്കി അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിങ്കിക്കാണെങ്കിൽ തലയ്ക്കകത്ത് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ഇത്തിരി പെരുപ്പും കാര്യങ്ങളൊക്കെ തോന്നുവാണ്. വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. പിങ്കി അവിടെ കുറേ സമയം ഇരിക്കുവാണ്. ഈ സമയം നന്ദ അകത്തേക്ക് കയറി ചെല്ലുന്നേ. അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദൂട്ടൻ ഓടിപ്പോയി ഫ്രിഡ്ജിനകത്തുനിന്ന് കേക്ക് എടുത്തുകൊണ്ട് വരുവാണ്. കേക്ക് എടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ ഡോക്ടർ ആൻറ്റിക്ക് വേണ്ടി ഞാനെടുത്ത് മാറ്റി വെച്ചിരുന്ന കേക്കാ, വെഡിങ് ആനിവേഴ്സറി ആൻറ്റി കഴിക്കാനും പറഞ്ഞും കൂടെ കൊടുക്കുവാണ്. നന്ദയ്ക്കാണ് വല്ലാത്തൊരവസ്ഥ. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ലക്ഷ്മിയൻ പറഞ്ഞു, എന്താ നോക്കിയിരിക്കണേ, കഴിക്കാൻ പറയണം. കാരണം ഇത് കഴിക്കാതിരുന്ന നന്ദൂട്ടൻ എന്ത് വിചാരിക്കും? ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് തൊണ്ടേന്ന് ഇറങ്ങുമോ? ആ ഒരു അവസ്ഥയായിപ്പോയി നന്ദയ്ക്ക്. കാരണം ഗൗതത്തിന്റെ പിങ്കിയുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്കല്ലേ ഇത്. അതൊക്കെ ഓർത്ത് ചെയ്യുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് നന്ദ പറഞ്ഞു, അത് മോനെ എനിക്ക് വേണ്ടാന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഡോക്ടർ ആൻറ്റി കഴിക്കണമെന്ന് പറയണം. അങ്ങനെ നിർബന്ധിക്കുവാണ്. വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നന്ദ നിൽക്കുവാണ്. പിന്നീട് നന്ദ ഒരു വ്യക്തി മോൻ കാണാതെ അതവിടെ ഇങ്ങോട്ട് വെക്കുവാണ്. അപ്പോഴേക്കുമാണ് ഗൗതത്തിന്റെ ഓഫീസർ വരുന്നത്. അങ്ങനെ ഓഫീസറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ അല്ലേ, അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അങ്ങോട്ടേക്ക് വരുവാണ്. അദ്ദേഹം വന്നപ്പോഴത്തേന് ഗൗതം അകത്തേക്ക് സ്വീകരിച്ചുകൊണ്ട് വരുവാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ചോദിച്ചു, അല്ല പിങ്കി എന്തേന്ന് ചോദിക്കുവാണ്. പിങ്കി അകത്തുണ്ട്, ഇപ്പൊ തന്നെ വരുമെന്ന് പറയണം. ആ സമയത്താണ് നന്ദനെ കാണുന്നത്. നന്ദനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരൻ്റെ കണ്ണറിയാന്ന് അറിഞ്ഞു വന്നു. കാരണം താൻ മോളെ പോലെ കരുതിയിരുന്ന പെൺകുട്ടിയാണ്. പിന്നീട് കുറെ സമയം നന്ദയോട് സംസാരിക്കുന്നൊക്കെയുണ്ട്. നന്ദയുടെ മോൻ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരന് നല്ല വിഷമമായി. കാരണം യുവത്തിനോടൊപ്പം നല്ലൊരു ജീവിതം ജീവിക്കേണ്ടതല്ലായിരുന്നോ? പക്ഷേ എങ്കിൽ ആ ജീവിതം തകർന്നു പോയല്ലോ എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു വിഷമമായിരുന്നു. പിന്നീട് പിങ്കി അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക. പിങ്കി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് പിങ്കി ആടിയാടിയാ വരുന്നത്. പെട്ടെന്ന് ഗൗതം ഓർത്തു, പിങ്കിക്ക് ഇത് എന്ത് പറ്റിയെന്ന് ഓർക്കുവാണ്. ഓഫീസറെ കണ്ടു കഴിഞ്ഞപ്പോൾ പിങ്കി വന്നിട്ട് നമസ്കാരം പറയണം. ഒത്തിരി ഇതേ വന്നതിൽ ഒത്തിരി നന്ദിയുണ്ട് സാറേ എന്ന് പറഞ്ഞ് കൈ കോപ്പി ചെയ്ത് ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഒരു സമയത്ത് ഗൗതം ഓർത്തു, ഇത് എന്ത് പറ്റി ഇവൾക്ക്? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. പിന്നീട് ഗഞ്ചി പിങ്കി നീ ഇങ്ങോട്ട് വരാനും പറഞ്ഞാൽ കയ്യിലേക്ക് പിടിക്കുവാണ്. ഈ സമയത്ത് പിങ്കി എന്ത് ചെയ്യാണ്? മയങ്ങി അടിച്ച് ഗൗതത്തിന്റെ നെഞ്ചിലേക്ക് പറ്റി ചേരുവാണ്. ഗൗതത്തിന് മനസ്സിലായി ഇവൾക്കിട്ട് എന്തോ ഒരു കളി കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം. ഇത് നന്ദ കണ്ടു. നന്ദയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. നന്ദ എന്ത് ചെയ്യുവാണ്? വാ മോളെ നമുക്ക് പോകാമെന്ന് പറയാണ്. അങ്ങനെ ഗൗരിമോളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് അവിടെ ഉണ്ട് ഓഫീസർക്ക് പോലും ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. കാരണം ഈ ഒരു കാഴ്ച, ആദ്യ ഭാര്യയാണ് നന്ദ. ഇപ്പോഴും നന്ദയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അവൾക്കൊരു കുഞ്ഞുണ്ടെന്നൊക്കെ അറിയാം. അതെങ്ങനെ ഏറ്റെടുത്തെന്നും അറിയത്തില്ല. പക്ഷെ എന്നാലും അവളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പിങ്കി ഇങ്ങനെ ഗൗതത്തിന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് നടക്കുമ്പോൾ ആർക്കാണല്ലോ സഹിക്കുന്ന കാര്യമല്ലോ. പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് ആകെപ്പാടെ വിഷമമായിരുന്നു. അപ്പോഴാണ് നിർമ്മലിന്റെ വരവ്. അങ്ങനെ ഗൗരിമോള് വീട്ടിലേക്ക് വന്നോണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. പിന്നീട് നിർമ്മൽ വന്നു കഴിഞ്ഞപ്പോൾ നിർമ്മലിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണ്. എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ചിങ്ങനെ കുറെ സമയം കഴിഞ്ഞു. പിന്നെ നിർമ്മൽ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, സമാധാനമായിട്ടിരിക്കുക, നമുക്ക് പരിഹാരമൊക്കെ ഉണ്ടാക്കാന്ന് പറയാണ്. അങ്ങനെ 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നു പോവാണ്. പിന്നീട് ഒരു ദിവസം ചികിത്സയ്ക്കായിട്ട് നന്ദൂട്ടൻ വീട്ടിലേക്ക് വരുവാണ്. നന്ദയുടെ അരിയിലേക്ക് വന്നു. അങ്ങനെ നന്ദയുടെ അരിയിലേക്ക് വന്ന് നന്ദ അവനെ കാലുകളൊക്കെ നോക്കി അല്ല ചികിത്സിച്ച് കഴിഞ്ഞതിന് ശേഷം ഗൗരിമാളുമായിട്ട് കളിക്കാനായിട്ട് അവനെ ഇങ്ങോട്ട് വിട്ടു. അങ്ങനെ അവൾ കളിക്കാനങ്ങോട്ട് പോയ സമയത്ത് നിർമ്മല വീണ്ടും വരുവാണ്. അങ്ങനെ നിർമ്മല വന്ന് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഗൗതമിനെ കുറിച്ചൊക്കെയുള്ള ആ സത്യങ്ങളൊക്കെ നന്ദ തുറന്നു പറയുന്നത്. കാരണം ഈ നന്ദയുടെ മുഖവും ഭാവം കണ്ടു കഴിഞ്ഞപ്പോൾ നിർമ്മല മനസ്സിലായി ഭയങ്കര വിഷമമുണ്ടെന്ന്. പിന്നീട് ഞാൻ എല്ലാ സത്യങ്ങളും ഗൗതം സാറിനോട് തുറന്നു പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനുമാണ് നന്ദ പറഞ്ഞത്, വേണ്ട ഗൗതം സാറിനോട് സത്യങ്ങളും തുറന്നു പറയണ്ട, അല്ലെങ്കിൽ തന്നെ ഗൗതം സാറിന് നല്ല വിഷമമുണ്ടെന്നൊക്കെ പറയണേ. അതിനുശേഷമാണ് ആ കഥ പറയണേ. പിങ്കിയുടെ ഗൗതത്തിന്റെ കുഞ്ഞല്ല നന്ദുമോന്. നന്ദുമോന് ഓർഫനാണ്. അവനൊരു അനാഥാലയത്തിന് ദത്തെടുത്താന്നുള്ള കാര്യം ഈ സമയം നന്ദൂട്ടൻ അപ്രതീക്ഷിതമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അവനങ്ങോട്ട് വരുമ്പം കേൾക്കുന്ന ഇത് ഈ പറയുന്ന നിർമ്മലിനോട് ഈ കാര്യങ്ങൾ പറയുന്നതാണ്. ഒരു നിമിഷം അവനെ ഞെട്ടിപ്പോയി. അവന് മനസ്സിലായി താൻ ആരുമല്ല ഇന്ത്യവരത്തിലെ തന്നെ ദത്തെടുത്താന്നുള്ള കാര്യം. കുഞ്ഞു കുഞ്ഞാണല്ലോ, അവന് കാര്യങ്ങളൊക്കെ അറിയാലോ. അവന് സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് അവൻ ഇന്ത്യവരത്തിലേക്ക് വന്നിട്ട് അവിടെ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ പിങ്കിയൊക്കെ ചെന്ന് കാര്യം തിരക്കിയിട്ട് അവനൊന്നും പറയാനായിട്ട് കൂട്ടാക്കിയില്ല. പിന്നീട് ഗൗതം ഓഫീസിലേക്ക് പോകാൻ റെഡിയായി കഴിഞ്ഞപ്പോൾ നന്ദുനോട് ചോദിച്ചു, എന്താ നന്ദു നീ എന്താ മിണ്ടായിരിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, ഒന്നുമില്ലാന്ന് പറയണം. അല്ല എൻ്റെ മോൻ എന്തോ ഒരു വിഷമം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ഗൗതത്തിനോട് ചോദിച്ചു, പപ്പ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പപ്പ അമ്മ സത്യം പറയാമെന്ന് ചോദിക്കാം. എന്താ മോനെ ചോദിക്കാൻ പറയണം. അത് പിന്നെ ഒരു കാര്യമാണ്, ഞാൻ ഈ കുടുംബത്തിലെ ആരുമല്ലല്ലേ, അംഗമല്ലല്ലേ, എന്നെ നിങ്ങൾ ദത്തെടുത്തല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവർ രണ്ടുപേരും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. അല്ല അത് പിന്നെ മോനെ എനിക്കറിയാം നിങ്ങൾ എന്നെ ദത്തെടുത്താന്ന്, ഞാൻ ഈ കുടുംബത്തിലെ ആരുമല്ല എന്നും പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി അങ്ങോട്ട് കഥ കടയ്ക്കുവാണ്.
വല്ലാത്തൊരവസ്ഥയായിപ്പോയി രണ്ടുപേർക്കും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് വന്നു. ലക്ഷ്മിയമ്മയുടെ നെഞ്ചിലേക്ക് വീണ് കിടന്ന് പൊട്ടിക്കരയാണ് പിങ്കി. ലക്ഷ്മിയമ്മായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മിയമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ അവസാനം ക്രൂരമ്പ് പോലെ ആ വാക്കുകൾ പിങ്കിയുടെ ലക്ഷ്മിയമ്മയുടെ ഒക്കെ കാതി മുഴങ്ങുവാണ്. അപ്പൊ ഇത്രയും കാലം അവർ ഭയന്നിരുന്ന കാര്യം സംഭവിച്ചു. ആ കുഞ്ഞ് അവരുടെ അല്ല എന്നുള്ള സത്യം അവൻ അറിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് സംഭവിക്കുന്ന ഒരു വിഷമത്തിൽ അവർ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനി ഒടുവിൽ അവസാനം വന്നു കഴിയുമ്പത്തിന് സംശയം തോന്നി ഇനിയിപ്പം DNA ഒക്കെ ടെസ്റ്റ് നടത്തുമായിരിക്കും. എങ്കിൽ മാത്രമല്ല സത്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. ഗൗതത്തിന്റെ നന്ദയുടെയും കുഞ്ഞാന്നുള്ള കാര്യം എന്തെങ്കിലും ഒരു അപ്രതീക്ഷിത സംഭവ വികാസം ഉണ്ടാകണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.